മന്ത്രജലം. ബൊഹീമിയൻ താഴ്വരയായ ബെൽഗറോത്ത്. അവിടെയാണ് സവാനയുടെ വീട്. ഭർത്താവുമൊത്ത് തങ്ങളുടെ വലിയ കൃഷിയിടത്തിൽ ജോലി ചെയ്താണ് അവരുടെ ജീവിതം. പക്ഷെ ഇരുവർക്കും ഒരു കുഴപ്പമുണ്ട്. തമ്മിൽ കാണുമ്പോഴേ വഴക്കിടാൻ തുടങ്ങും. വഴക്കാളിയും കർക്കശക്കാരനുമാണ് ഭർത്താവ്. സവാനയും അങ്ങനെ തന്നെ. അയാളെ കാണുമ്പോൾ തന്നെ സവാനയ്ക്ക് കലിയിളകും. സവാനയെ കാണുന്ന മാത്രയിൽ അയാൾക്കും നിയന്ത്രണം നഷ്ടമാകും. പിന്നെ വഴക്കോട് വഴക്ക്. ഭർത്താവ് അസഭ്യം പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെ സവാനയും തിരിച്ചു പറയും. ഒടുവിൽ വലിയൊരു വഴക്കിലേക്ക് സംഗതികൾ എത്തും. അയൽക്കാർക്കും ശല്യം. ഒരു നാൾ സവാന അരുവിൽ നിന്ന് വെള്ളം ശേഖരിക്കുവാൻ കുടവുമായെത്തി. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വെള്ളമെടുക്കുന്ന അവളെ ഒരു വൃദ്ധ കണ്ടു. എന്തിനാ കുട്ട നീ കരയുന്നത്? വൃദ്ധയോട് സവാനയ്ക്ക് തന്റെ കഥകൾ പറയേണ്ടി വന്നു. സവാനയെ ആശ്വസിപ്പിച്ച് കുടത്തിൽ വെള്ളം ശേഖരിച്ചു കൊടുത്തുകൊണ്ട് വൃദ്ധ പറഞ്ഞു, സാരമില്ല, എനിക്കൊരു മന്ത്രം അറിയാം, വഴക്കു മാറ്റുന്ന മന്ത്രം. ഈ കുടത്തിലെ ജലം മന്ത്രജലമാണ്. കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. വഴക്കടിക്കാൻ തോന്നുന്നവർ ഈ ജലം വായിൽ നിറയ്ക്കണം. തുപ്പിക്കളയാനും പാടില്ല. ക്രമേണ വഴക്കില്ലാതായിക്കോളും. വൃദ്ധയ്ക്ക് നന്ദി പറഞ്ഞ് സവാന വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരം ഭർത്താവ് മടങ്ങിയെത്തി. പരസ്പരം കണ്ടപ്പോഴേ ഇരുവർക്കും ദേഷ്യം വന്നു. അപ്പോഴാണ് വൃദ്ധ പറഞ്ഞ കാര്യം സവാന ഓർത്തത്. അവൾ അടുക്കളയിൽ ചെന്ന് വൃദ്ധ നൽകിയ വെള്ളം കവിളിൽ കൊണ്ട് മിണ്ടാതെ നിന്നു. ഭർത്താവ് വഴക്കു തുടങ്ങി. അല്പസമയം കഴിഞ്ഞു. അത്ഭുതം! വഴക്കടിക്കാൻ വന്ന ഭർത്താവ് വഴക്കു നിർത്തി പിൻവലിഞ്ഞിരിക്കുന്നു. ഏറെ നേരം പറഞ്ഞിട്ടും സവാനയിൽ നിന്നൊരു മറുപടിയുമില്ല. സ്വയം വഴക്കു നിർത്തി അയാൾ വീട്ടുകാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം രാത്രി സുഖമായി ഉറങ്ങുവാൻ സവാനയ്ക്ക് അന്ന് സാധിച്ചു. സമാധാനം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട്. ഭർത്താവ് വഴക്കു പറയുവാൻ തുടങ്ങുമ്പോൾ അവൾ കുടത്തിൽ നിന്ന് മന്ത്രജലമെടുത്ത് വായിൽ കൊള്ളും. ഒന്നും പറയാനാവാതെ അയാൾ പിൻവാങ്ങും. അവളുടെ മുഖത്തു നിന്ന് കണ്ണീർ ചാലുകൾ അപ്രത്യക്ഷമായി. പകരം ആ കവിളുകളിൽ മന്ദസ്മിതം വിരിഞ്ഞു. ഒരു നാൾ കുടത്തിൽ വൃദ്ധ ശേഖരിച്ചു നൽകിയ വെള്ളം മുഴുവൻ തീർന്നു. ഭർത്താവ് മടങ്ങിയെത്തുന്നതിന് മുൻപ് അവൾ ഒഴിഞ്ഞ കുടവുമായി അരുവിയിലേക്ക് ഓടി. വൃദ്ധ അവിടെ ഉണ്ടാകും. തനിക്ക് കുടത്തിൽ മന്ത്രജലം ശേഖരിച്ചു നൽകുകയും ചെയ്യും അവൾ കരുതി. അരുവിയുടെ കരയിൽ അവൾക്കായി കാത്തു നിൽക്കുന്നത് പോലെ വൃദ്ധയുണ്ടായിരുന്നു. സവാനയോട് വൃദ്ധ ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടി എൻ്റെ ജലചികിത്സ? അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ സന്തോഷകരമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വഴക്കിടാറില്ല. ഞാനും വഴക്കിടുന്നില്ല. ജീവിതം ഇത്രയും സന്തോഷകരമായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അമ്മ കുടത്തിൽ ശേഖരിച്ചു തന്ന വെള്ളം തീർന്നിരിക്കുന്നു. ഒരു കുടം മന്ത്രജലം കൂടി എനിക്ക് നൽകണം. ചിരിച്ചുകൊണ്ട് വൃദ്ധ പറഞ്ഞു, ഞാൻ നൽകിയ വെള്ളം മന്ത്രജലമൊന്നുമല്ല. ഈ അരുവിയിലെ സാധാരണ വെള്ളം തന്നെ. മുൻമതി കൊണ്ടുപോയിട്ടുള്ളതും ഇതേ വെള്ളം തന്നെയാണ്. വഴക്കു നിലച്ചതിന്റെ രഹസ്യം മോൾക്കറിയണോ? സവാന തല കുലുക്കി. വൃദ്ധ തുടർന്നു, വഴക്കിടണമെങ്കിൽ രണ്ടുപേരും സംസാരിച്ചേ പറ്റൂ. ഒരാൾ മിണ്ടാതിരുന്നാൽ പിന്നെ മറ്റേ ആൾക്ക് വഴക്കിടാൻ പറ്റുന്നത് എങ്ങനെ? അയാൾ വഴക്കു തുടങ്ങിയാലും നിനക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ. തിരിച്ചൊന്നും പറയാതെ ആയാൽ അയാൾ സ്വയം നിർത്തുവാൻ നിർബന്ധിതനാകും. അതുകൊണ്ടാണ് വഴക്ക് നിലച്ചതും ജീവിതത്തിൽ സന്തോഷമുണ്ടായതും. നീ വഴക്കിടുമ്പോൾ ഭർത്താവ് മിണ്ടാതിരുന്നാലും വഴക്കു നിൽക്കും. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ പിന്നെന്ത് വഴക്ക്? എന്തായാലും വഴക്കു തീർന്നല്ലോ. ഇക്കാര്യം ഭർത്താവിനോടും പറയൂ. സുഖമായി ജീവിക്കൂ. പിന്നീടുള്ള ജീവിതം ഏറെ സന്തോഷകരമായിരുന്നു. അവർക്ക് ധാരാളം കുട്ടികൾ പിറന്നു. സവാന ഭർത്താവിനോടും മക്കളോടും ഈ കഥ പറഞ്ഞു. അവർ തങ്ങളുടെ മക്കളോടും എല്ലാ വീടുകളിലും ഒരാൾ വഴക്കിടാൻ തുടങ്ങുമ്പോൾ അടുത്തയാൾ മിണ്ടാതിരിക്കാൻ തുടങ്ങി. വീടുകളിൽ വഴക്കില്ലാതായി. തലമുറകൾ കൈമാറി ആ കഥ ബെൽഗ്റോത്തിനെ സന്തോഷത്തിൻ്റെ താഴ്വരയാക്കി മാറ്റി.